അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, സ്ത്രീ പള്ളിപ്രവേശം കേരളത്തിൽ വീണ്ടും ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഒരു വേദിയിൽ ഒരു ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് നൽകിയ ഉത്തരത്തിൽ ആ ഉത്തരത്തിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരികയും സ്ത്രീ പള്ളിപ്രവേശം വീണ്ടും ഒരു വിവാദമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. യഥാർത്ഥത്തിൽ സ്ത്രീ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള വിഷയമാണ്. സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്തുകൾക്കായി പള്ളിയിൽ പോകൽ അനുവദനീയമാണ് എന്നുള്ളത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹീഹായ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മുൻകാല പണ്ഡിതന്മാർ, സലഫുകളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധാരാളം ഹദീസുകൾ, സ്വഹാബികൾ ഉദ്ധരിക്കുന്ന ധാരാളം ഉദ്ധരണികൾ ആ വിഷയത്തിൽ നമുക്ക് തെളിവായി കാണാൻ സാധിക്കും. എന്നാൽ ജുമുഅ ജമാഅത്തുകൾക്കായി സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കൽ നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് ഒരു കാലത്ത് ഇവിടെയുള്ള പുരോഹിതന്മാർ, മുസ്ലിയാക്കന്മാർ പറഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലേതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഏതാണ് ശരിയായ നിലപാട്? ഇസ്ലാമിൻ്റെ ശരിയായ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന നിലപാട് എന്ത് എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം സ്ത്രീകളും ജുമുഅ ജമാഅത്തും എന്ന് പറയുന്ന SYS ബുക്ക് സ്റ്റാൾ പുറത്തിറക്കിയിട്ടുള്ള ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം അതിൽ എഴുതിയിട്ടുള്ളൊരു കാര്യം, പൊതുസ്ഥലത്ത് വെച്ച് പരപുരുഷന്മാരോടൊപ്പം ഒരു ഇമാമിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കൽ സ്ത്രീകൾക്ക് അനുവദനീയമാണോ അല്ലയോ എന്നത് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അനുയായികളായ സുന്നികളുടെയും മുജാഹിദ് തുടങ്ങിയ പുത്തനാശയക്കാരുടെയും ഇടയിൽ ഇന്ന് ഒരു വിവാദ വിഷയമാണല്ലോ. എന്നിട്ട് അദ്ദേഹം എഴുതുന്നു, പ്രസ്തുത ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കൽ അനുവദനീയവും പുണ്യകർമ്മവുമാണെന്ന് പുരോഗമനവാദികൾ വാദിക്കുമ്പോൾ അത് നിഷിദ്ധമാണെന്ന് സുന്നികൾ അവകാശപ്പെടുന്നു എന്നുള്ളതാണ്. സ്ത്രീകളും ജുമുഅ ജമാഅത്തും എന്നുള്ള ഒരു പുസ്തകത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എഴുതിയ വരികളാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ഈ എഴുത്തിലൂടെ അദ്ദേഹം വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു, അത് നിഷിദ്ധമാണ്. ജുമുഅ ജമാഅത്തുകൾക്ക് വേണ്ടി പരപുരുഷന്മാരുള്ള പള്ളിയിൽ സ്ത്രീകൾ ജുമുഅക്ക് അല്ലെങ്കിൽ ജമാഅത്തിന് പങ്കെടുക്കൽ നിഷിദ്ധമാണ് എന്നതാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അനുയായികളാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സമസ്തക്കാരായ ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് ആ രൂപത്തിലാണ്. അതങ്ങനെയാണ് എന്നുള്ളത് പല ആവൃത്തി, പല രൂപങ്ങളിൽ, പല എഴുത്തുകളിലൂടെയും അവരുടെ പ്രസിദ്ധീകരണങ്ങളുടെയും അവർ തെളിയിച്ചൊരു കാര്യം കൂടെയാണ്. 2007 പുറത്തു വന്ന സുന്നി അഫ്കാറിൻ്റെ, ഫെബ്രുവരി മാസത്തിൽ പുറത്തു വന്ന സുന്നി അഫ്കാറിൽ എഴുതി വച്ചു, അവർ പള്ളിയിൽ പോകരുത് എന്നത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുളപ്പാട്. അതിന് വിരുദ്ധമായി ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുന്ന കുതന്ത്രം പ്രയോഗിക്കുന്ന ബിദ്അകൾ ഫിഖ്ഹിലും ഇതുപോലെ അട്ടിമറി നടത്താറുണ്ട് എന്ന് 2007 ഫെബ്രുവരി മാസത്തിലെ സുന്നി അഫ്കാറിൽ അവർ എഴുതി വച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും ധാരാളം തെളിവുകൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ 1997 ജൂൺ 28 സിറാജിൽ അദ്ദേഹം നൽകുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ അദ്ദേഹം നൽകുന്ന ഒരു എഴുത്തെന്ന് പറയുന്നത്
1950 വരെ ലോകത്തൊരിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടില്ല. 1950 ഇങ്ങനെ ഒരു ആശയം ഇറക്കുമതി ചെയ്തത് എന്നതാണ്. അപ്പം ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബി വനിതകൾ പള്ളിയിൽ പോയിരുന്നു എന്ന സ്വഹീഹായ ഹദീസുകൾ ഉണ്ടായിരുന്നിട്ടും ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് നമുക്ക് പതിയെ പ്രവേശിക്കാം. അങ്ങനെ ഹദീസുകൾ ഉണ്ടായിട്ടും ആ ഹദീസുകളെല്ലാം മറച്ചുവെച്ച്, സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഉദ്ധരണികളെല്ലാം മറച്ചുവെച്ച്, 4 മദ്ഹബിൻ്റെ പണ്ഡിതന്മാരെ കൗലുകളെയും മറച്ചുവെച്ച് 950 വരെ ഇസ്ലാമിക ലോകത്ത് ഒരിടത്തു പോലും സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടില്ല. 950 ശേഷം വന്നിട്ടുള്ള ചില അപകടം പിടിച്ച വാദമാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ അനുവദനീയമാണ് എന്നുള്ളതിന് വരുത്തി തീർക്കുവാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇനി അത് മാത്രമല്ല, ഇങ്ങനെ സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിഷിദ്ധമാണ്, സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്തുകൾക്ക് പരപുരുഷന്മാരുള്ള പള്ളിയിൽ പ്രവേശിക്കൽ ഹറാമാണ്, അത് നിഷിദ്ധമാണ് എന്ന് വിധി എഴുതിയവർ തന്നെ അതിനെ തിരുത്തി പറയുകയും ചെയ്തിട്ടുള്ള എഴുത്തുകളും രേഖകളും നമ്മുടെ മുമ്പിൽ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് അത് വിവാദമാകാനുണ്ടായ ഒരു വീഡിയോ നമ്മൾ കാണുകയുണ്ടായി. ആ വീഡിയോയിൽ പറയുന്ന വിഷയത്തെയും അതിൽ സംസാരിക്കുന്ന വ്യക്തിയെയുമൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആ വിഷയത്തെ പഠിക്കാതെ കൃത്യമായിട്ട് വിഷയത്തെ ഉൾക്കൊള്ളാതെ അത് പഠിക്കാൻ തയ്യാറാകാതെ സോഷ്യൽ മീഡിയകളിലൂടെ എഴുത്തുകുത്തുകൾ നടത്തുന്ന പണ്ഡിത വേഷധാരികളെ നമ്മൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കൽ, ജുമുഅ ജമാഅത്തുകൾക്ക് പള്ളിയിൽ പ്രവേശിക്കൽ ഹറാമാണ് എന്ന് വിധി എഴുതിയവർ തന്നെ അതിനെ തിരുത്തി പറയുകയും ചെയ്തത് നമ്മുടെ മുമ്പിൽ രേഖകളായി നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് കാണാം. സുന്നി വോയിസ് 1984 മാർച്ച് മാസത്തിലിറക്കിയ സുന്നി വോയിസിൽ അവർ പറയുന്നത് സ്ത്രീകൾക്ക് ജുമുഅ നിർബന്ധമില്ല, അഥവാ അവർ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അവരുടെ നമസ്കാരം സ്വീകാര്യമാണ്, സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പ്രത്യേകം ജുമുഅ നിർവഹിക്കുവാൻ പാടില്ലെന്നുള്ളത് പണ്ഡിതന്മാർ ഏകോപിച്ച് സമ്മതിച്ച കാര്യമാണ്. അവർ പുരുഷന്മാരുടെ പിന്നിൽ ജമാഅത്തായി അത് നിർവഹിക്കാം എന്ന് 1984 മാർച്ച് മാസത്തിലെ സുന്നി വോയിസിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ത്രീ പള്ളി പ്രവേശം യാഥാർത്ഥ്യമെന്ത് എന്ന ഒരു പുസ്തകത്തിൽ കെ കെ കുഞ്ഞാലി മുസ്ലിയാർ ചേലക്കാട് എഴുതുന്നത് കാണാം. പ്രസിദ്ധമായ 6 സ്വഹീഹിൻ്റെ ഗ്രന്ഥങ്ങളിലും ഇമാം മാലിക് റഹിമഹുല്ല രചിച്ച മുവത്ത എന്ന ഗ്രന്ഥത്തിലും മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലും വിഷയകമായി ഒട്ടനവധി ഹദീസുകൾ കാണാം. ഈ ഹദീസുകളെല്ലാം പരപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളിൽ സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് പങ്കെടുത്തിരുന്നു എന്ന് വ്യക്തമാക്കുന്നവയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും വഫാത്തിനു ശേഷവും സംഭവിച്ചതുമാണ്. സ്ത്രീകൾ പള്ളിയിൽ പോയ സംഭവങ്ങൾ വിവരിക്കാൻ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രത്യേകം അധ്യായം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സ്ത്രീ പള്ളി പ്രവേശം യാഥാർത്ഥ്യമെന്ത് എന്ന പുസ്തകത്തിൽ കെ കുഞ്ഞാലി മുസ്ലിയാർ ചേലക്കാട് എഴുതുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രൂപത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് ഒരു കാലത്ത് വിധി പറഞ്ഞവർ, ആ വിധി പറയുന്നതിന് മുമ്പും ശേഷവുമുള്ള ആ വിഷയത്തിൽ തന്നെയുള്ള അവരുടെ അഭിപ്രായങ്ങളും അവരുടെ രേഖകളും പരിശോധിക്കുന്ന നല്ലതായിരിക്കും എന്നാണ് ഈ വിഷയത്തിൻ്റെ ആമുഖമായിക്കൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹീഹായ ഹദീസുകളുമാണല്ലോ. ആ വിശുദ്ധ ഖുർആനിൻ്റെയും അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീ പള്ളി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ് മറിയം ബീവിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടുന്ന് അള്ളാഹു പറഞ്ഞു, യാ മറിയം ഖുനുതി ലിറബ്ബിക് വസ്ജുദി വർക്കഇ മഅർ-റാക്കിഈൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല 3-ാം അധ്യായം സൂറത്ത് ആല ഇമ്രാനിൻ്റെ 43-ാമത്തെ വചനത്തിൽ അള്ളാഹു മറിയം ബീവിയോട് കൽപ്പിക്കുന്നത്, നിൻ്റെ രക്ഷിതാവിനോട് നീ ഭയഭക്തി കാണിക്കുകയും സാഷ്ടാംഗം ചെയ്യുകയും തലകുനിക്കുന്നവരോടൊപ്പം തലകുനിക്കുകയും ചെയ്യുക എന്ന്
മറിയം ബീവിയോട് അള്ളാഹുവിൻ്റെ കൽപ്പന അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആല ഇമ്രാനിൻ്റെ 43-ാമത്തെ വചനം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരാൻ. ആ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീർ രേഖപ്പെടുത്തിയത് അവിടെ നമസ്കരിക്കുന്നവരോടൊപ്പം അവരിൽ പെട്ടവരായിക്കൊണ്ട് നീയും ആ കർമ്മങ്ങൾ നിർവഹിക്കുക എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തഫ്സീറുൽ ബൈളാവിയുടെ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ കാണാം ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കുവാൻ അവരോട് കൽപ്പിക്കപ്പെട്ടു എന്ന് ബൈളാവിയിലും നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ്റെ മുൻകാലഘട്ടങ്ങളിൽ തന്നെ, പ്രവാചകൻ വരുന്നതിന് മുമ്പ് തന്നെ സ്ത്രീകൾ അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ആരാധനകളിൽ പള്ളികളിൽ സംഘമായി ജമാഅത്തായിക്കൊണ്ട് പങ്കെടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ തന്നെ സ്വഹാബി വനിതകൾ പള്ളിയിൽ പ്രവേശിച്ചിരുന്നു, ജമാഅത്തുകളിലും ജുമാകളിലും പങ്കെടുത്തിരുന്നു എന്നുള്ളതിന് ധാരാളക്കണക്കിന് ഹദീസുകൾ നമ്മുടെ മുമ്പിൽ തെളിവാൻ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇന്നി ലഅദ്ഖുലു ഫിസ്സലാത്തി ഫഉരീദു ഇത്വാലതഹാ فأسمع بقاء الصبي فأتجوز مما أعلم من شدة وجد أمه من بقائه. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, നമസ്കാരം ദീർഘിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്ത് ഫഅസ്മഉ ബുകാഅ അസ്സബി, എൻ്റെ പിന്നിൽ നമസ്കരിക്കുന്ന സ്ത്രീകളടുക്കലുള്ള ചെറിയ കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കുന്നു. ഫഅതജവ്വസു മിമ്മാ അഅലമു മിൻ ശിദ്ദതി വജ്ദി ഉമ്മിഹി മിൻ ബുകാഇഹി, അങ്ങനെ ആ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ, കുട്ടി കരയുമ്പോൾ മാതാവിനുണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കിയതിനാൽ ഞാൻ നമസ്കാരത്തെ ചുരുക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി തൻ്റെ സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മാത്രമല്ല ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് സലാം ചൊല്ലിയാൽ ഇദാ സല്ലമ യംകുസു ഫീ മക്കാനിഹി യസീറൻ, അള്ളാഹുവിൻ്റെ റസൂല് ആ സ്ഥാനത്തു തന്നെ അല്പസമയം ഇരിക്കാറുണ്ട് എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മാത്രമല്ല ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കാന യുസല്ലിമു ഫയൻസരിഫു നിസാഉ ഫയദ്ഖുൽന ബുയൂതഹുന്ന മിൻ ഖബ്ലി അൻ യൻസരിഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയാൽ സ്ത്രീകൾ പിരിഞ്ഞുപോയി അവരുടെ വീടുകളിൽ പ്രവേശിക്കും. ഏതുവരെ? മിൻ ഖബ്ലി അൻ യൻസരിഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിൻ്റെ റസൂല് അവിടുന്ന് വിരമിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ ഞങ്ങൾ സ്ത്രീകൾ നമസ്കാരം കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കുമായിരുന്നു എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ധാരാളക്കണക്കിന് ഹദീസുകൾ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനു ശേഷവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ സ്ത്രീകൾ പള്ളിയിലേക്ക് പ്രവേശിച്ചിരുന്നു എന്നുള്ളതിന് സ്വീകാര്യമായ എത്രയോ ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഖലീഫ, രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സുബഹി നമസ്കാരത്തിൻ്റെ ആ ജമാഅത്തിൻ്റെ സമയത്താണ് ശത്രുവിൽ നിന്നും കുത്തേറ്റുകൊണ്ട് മരണത്തിന് കാരണമായ ആ പ്രയാസത്തിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീഴുന്നത് സുബഹി ജമാഅത്തിൻ്റെ സമയത്താണ്. ആ സമയത്ത് സുബഹി ജമാഅത്ത് നടക്കുന്ന സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ആത്തിഖ റളിയല്ലാഹു അൻഹ അവിടെ പള്ളിയിൽ സന്നദ്ധയായിരുന്നു എന്ന് ഈ സ്ത്രീകൾക്ക് പള്ളി പ്രവേശം നിഷിദ്ധമാണ്, അത് ഹറാമാണ് എന്ന് പറയുന്ന ഇവിടുത്തെ പുരോഹിതന്മാർ സമസ്തക്കാർ തന്നെ എഴുതി വച്ചത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അത്തരത്തിലുള്ള അതിനെ സത്യപ്പെടുത്തുന്ന എത്രയോ സ്വഹീയായ സ്വീകാര്യയോഗ്യമായ ഉദ്ധരണികളും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും പ്രവാചകൻ്റെ വഫാത്തിനു ശേഷം ഖുലഫാ ഉർ റാഷിദുകളുടെ കാലഘട്ടത്തിലും സ്ത്രീകൾ
പള്ളിയിൽ പോയിരുന്നു, സ്വഹാബി വനിതകൾ പള്ളിയിൽ പോയിരുന്നു എന്നുള്ളതിന് ധാരാളക്കണക്കിന് ഹദീസുകൾ നമ്മുടെ മുമ്പിൽ തെളിവായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും കാണാതെ അല്ലെങ്കിൽ ഇതിനൊക്കെ മറച്ചു വച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാരായ ആളുകൾ, സമസ്തക്കാരായ ആളുകൾ ഈ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംശയം കൂടെ നമ്മുടെ മുമ്പിലുള്ളത്, സ്ത്രീകളുടെ പള്ളി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ മുജാഹിദുകളായ ആളുകൾ തിരിച്ചു ചോദിക്കലുണ്ട്, എന്തുകൊണ്ട് ഈ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഈ ഒരു നിഷിദ്ധമാക്കൽ ജാറങ്ങളും ഉറൂസുകളും പോലെയുള്ള സംഭവങ്ങളിൽ നിങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ്. അവിടെ അവർ പറയാറുണ്ട് ഇത് ഒരുപോലെ തന്നെയാണ്, രണ്ടിലും പുരുഷന്മാരുമായി ബന്ധപ്പെടുന്ന കൂടിക്കലരുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ എല്ലാം നിഷിദ്ധമാണ് എന്ന് പറയാറുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ ഇത്രമാത്രം ഗൗരവത്തിൽ എതിർക്കുന്ന ഇവിടുത്തെ സമസ്തയുടെ പണ്ഡിതന്മാർ സ്ത്രീകൾ ജാറത്തിലേക്കും ഉറൂസുകളിലേക്കും നേർച്ചകളിലേക്കും വരുന്നതിനെ എന്തുകൊണ്ട് ഇത്ര ഗൗരവത്തിൽ എതിർക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെയെല്ലാം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ വളച്ചൊടിച്ച് ഇസ്ലാമിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹീയായ ഉദ്ധരണികളെയും സ്വഹീയായ ഹദീസുകളെയും വളച്ചൊടിച്ച് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ മുഷാവറ കൂടി തീരുമാനിക്കുന്ന തീരുമാനങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ വളച്ചൊടിക്കുന്ന ഈ പ്രവണത അത് ശരിയല്ല എന്നും വിശ്വാസിനികളായ മുഅ്മിനുകളായ ഏതൊരാൾക്കും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ കൃത്യമായി വകവെച്ചു കൊടുക്കുവാൻ പണ്ഡിതന്മാർ തയ്യാറാകണമെന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. വിഷയത്തെ ആസ്പദമാക്കി അതിൻ്റെ പ്രമാണങ്ങൾ പഠിച്ച് കാര്യങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.